അറബിയാണ് സത്യത്തിൽ ഒരു ലോക്കലാണ് എന്നോട് ചോദിച്ചത് വൈ ഡോണ്ട് യു സ്റ്റാർട്ട് ടൈപ്പിംഗ് സെൻറ്റർ ജമാഅത്ത് ഐ ക്യാൻ സപ്പോർട്ട് എന്നാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞത്. ഫ്രീ സോൺ മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തിനെ വിശേഷിപ്പിക്കുന്നത് 20,000 ദിറംസ് ആയിരുന്നു ഒരു കമ്പനി തുടങ്ങാൻ ഉണ്ടായിരുന്ന കോസ്റ്റ്. ഇത് 4,999 ദിറംസിലേക്ക് നമ്മൾ എത്തിച്ചത് എമിറേറ്റ്സ് ഫസ്റ്റിൻ്റെയും ജമാഅത്ത് ഉസ്മാൻ്റെയും ഒരു ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. അങ്ങനെ ഒരു ഫ്രീ സോൺ അതോറിറ്റി റെക്കഗ്നീഷനായിട്ട് ഫ്രീ സോൺ മാൻ എന്നുള്ള ഒരു ടാഗ് ലൈനാണ് ഇപ്പോൾ തന്നത്. നാസിഫ് അലിയും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലം. മീഡിയ വൺ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മുടെ അതിഥിയായിട്ടുള്ളത് ജമാഅത്ത് ഉസ്മാൻ, എമിറേറ്റ്സ് ഫസ്റ്റിൻ്റെ സ്ഥാപകനും സിഇഒയുമാണ്. അപ്പോൾ ജമാഅത്ത് ഭായി, എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയായിരുന്നു തുടക്കം എന്നുള്ളതാണ്. എൻ്റെ തുടക്കം ഞാൻ ഒരു ചെറിയൊരു ജ്വല്ലറിയിൽ, അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു കോഴിക്കോടുള്ള അൽക്കാസ് എന്ന് പറഞ്ഞിട്ടുള്ള 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ജ്വല്ലറിയിലാണ് എൻ്റെ തുടക്കം. വെറും 2,000 രൂപയായിരുന്നു എൻ്റെ ആദ്യത്തെ സാലറി. 2,000 രൂപയിൽ തുടങ്ങി ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു നിലയിൽ നിൽക്കുന്നു. എനിക്ക് ഒരുപാട് ആൾക്കാരെ കണക്ഷൻ കിട്ടിയതൊക്കെ മലബാർ ഗോൾഡിൽ നിന്നാണ്. അതായത് ഞാൻ എൻ്റെ രണ്ടാമത്തെ അവിടെ ആ ഒരു ജ്വല്ലറിയിൽ ഞാൻ കുറച്ച് കാലമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് ഞാൻ കയറുന്നത് മലബാർ ഗോൾഡിലാണ്. മലബാർ ഗോൾഡിൽ കോഴിക്കോടായിരുന്നു എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. കോഴിക്കോട് നിന്ന് പെട്ടെന്ന് തന്നെ ഞാൻ തിരൂരിലേക്ക് മാറി. അന്ന് മലബാർ ഗോൾഡ് 6 ബ്രാഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. 7ാമത്തെ ബ്രാഞ്ച് അവർ ബാംഗ്ലൂർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്നെ അവിടേക്ക് പോസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ലാംഗ്വേജൊക്കെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസും ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടുന്നു. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനുള്ള. അത് ഏത് വർഷമായിരുന്നു? 2005 കോഴിക്കോട് നിന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ബാംഗ്ലൂരിൽ ഉദ്ഘാടനത്തിൻ്റെ അന്ന് മുതൽ തന്നെ ഞാൻ ബാംഗ്ലൂർ ബ്രാഞ്ചിലുണ്ട്. ഓക്കെ, മലബാർ ഗോൾഡിൽ നിന്നാണ് എനിക്ക് സത്യത്തിൽ ഒരുപാട് കണക്ഷൻസും ഒരുപാട് എക്സ്പീരിയൻസും ഈ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ ഇതിൻ്റെ സാഹചര്യം സന്ദർഭങ്ങളനുസരിച്ചിട്ട് എങ്ങനെ മാറ്റാമെന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള ഐഡിയകൾ കിട്ടുന്നത്, കുറേ ആൾക്കാരെ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നത്. ആസ് എ സെയിൽസ്മാൻ ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ചു, കണക്ഷൻസ് കിട്ടി. ഇതിൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, ഇതൊക്കെ കിട്ടുന്നത് എനിക്ക് മലബാർ ഗോൾഡ് ബാംഗ്ലൂരിൽ നിന്നാണ്. കേരളത്തിൽ നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, പുറത്ത് പോകണം. അപ്പോൾ അതിന് ഏറ്റവും ബേസിക്കായിട്ട് ഇംഗ്ലീഷ് വേണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് മാറുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. പിന്നത്തെ എൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദി എങ്ങനെ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഹൈദരാബാദിലേക്ക്, മലബാർ ഗോൾഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പോയി സംസാരിച്ച HR-ലൊക്കെ എനിക്ക് ഹൈദരാബാദിലേക്ക് മാറണം. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഹിന്ദി കൂടുതലായിട്ട്, ഉറുദു ആണ് ഹൈദരാബാദിലെ ഒരു ഉറുദു ടച്ചുള്ള ഹിന്ദി ഭാഷയോടുള്ള ഒരു താല്പര്യം. അപ്പം അവിടെ നിന്ന് എനിക്ക് ഉറുദു നന്നായിട്ട് പഠിക്കാൻ പറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉറുദു പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത എന്ത് ഓപ്ഷൻ എന്നുള്ള കണ്ടപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ദുബായിൽ വെച്ച് കല്യാണം നടക്കുന്നു. അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാനിവിടെ ദുബായിലേക്ക് 2007 വരുന്നത്. അപ്പോൾ കല്യാണത്തിന് യാദൃച്ഛികമായിട്ടാണെങ്കിലും ദുബൈയിലെത്തി. അപ്പോൾ ദുബൈ പിന്നെ പിടിച്ചു വെച്ചോ അതോ ഭ്രമിപ്പിച്ചോ? അതായത് കല്യാണത്തിന് വന്നു കഴിഞ്ഞ് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. കല്യാണത്തിന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ മലബാർ ഗോൾഡ് റിസൈൻ ചെയ്തു. ദുബായിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയിലാണ്, അതായത് യഹിയ തളങ്ങരയുടെ വെൽഫിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ എൻ്റെ ഒരു പ്രവാസി ജീവിതം തുടങ്ങുന്നത്. ആസ് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ടാണ് ഇവിടെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ആൾക്കാരെ കണക്ഷൻ എനിക്ക് കിട്ടി. അങ്ങനെ UAE-യിലെ ഒരു എന്താ പറയുക, എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള ഹയർ അതോറിറ്റീസിലുള്ള പല ആൾക്കാരെയും പരിചയപ്പെടാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നിൽക്കുന്ന ഒരു ടൈപ്പിംഗ് സെൻറ്റർ എന്നുള്ള ലെവലിലേക്ക് എമിറേറ്റ്സ് ഫസ്റ്റ് എന്നുള്ള കമ്പനിയിലേക്ക് വരാനുണ്ടായിട്ടുള്ള കാരണം. അപ്പോൾ സംരംഭകത്തോടുള്ളൊരു താല്പര്യം ഉള്ളിലുണ്ടായിട്ടുണ്ട്. എന്നോടൊരു അറബിയാണ് സത്യത്തിൽ ഒരു ലോക്കലാണ് എന്നോട് ചോദിച്ചത് വൈ ഡോണ്ട് യു സ്റ്റാർട്ട് ടൈപ്പിംഗ് സെൻറ്റർ ജമാഅത്ത് ഐ ക്യാൻ സപ്പോർട്ട് എന്നാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞത്. ആ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക ചെറിയൊരു കമ്പനി രീതിയിൽ തുടങ്ങി 3 പേരെ വെച്ച് എമിറേറ്റ്സ് ഫസ്റ്റ് തുടങ്ങിയതാണ്. ഇപ്പം അൽഹംദുലില്ലാ 203 പേരുണ്ട് നമ്മളെ കമ്പനിയിൽ. അത്രയും ഒരു 9 വർഷം കൊണ്ട് ചെറിയൊരു കമ്പനി ഇത്രയും ഡെവലപ്പായിട്ട് വരാനുണ്ടായ കാരണം എല്ലാവരുടെയും സപ്പോർട്ടും ഒരു കണക്ഷൻസും തന്നെ. എനിക്ക് തോന്നുന്നു, പിന്നെ ഞാൻ അടുത്ത് മനസ്സിലാക്കുമ്പം എമിറേറ്റ്സ് ഫസ്റ്റ് എന്നുള്ള ആ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാനും അതിനെ ഈ കാലത്തിനനുസരിച്ച് പിന്നെ പുതിയ സംവിധാനങ്ങളും സങ്കേതങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനും സാധിച്ചു എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ജമാഅത്തിൻ്റെ. നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് ഫാസ്റ്റ്. അപ്പോൾ ദുബായ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 140 സ്പീഡിൽ പോകുന്ന ട്രെയിനാണ് അല്ലേ. അത്രയും ഫാസ്റ്റിൽ ഒരാൾക്കും കൂടെ
എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ അല്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കി. ദുബായ് അത്രയും ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പല ടെക്നോളജികളും പല ഐഡിയാസും പല ഇന്നോവേഷൻസും ഇവിടുത്തെ ഭരണാധികാരികൾ സമയാസമയം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് UAE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതേ സ്പീഡിൽ നമുക്കും ഓടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ കച്ചവടം ചെയ്തിട്ട് കാര്യമില്ല. സോ ഞാൻ എപ്പോഴും ആ പേസ് കോപ്പപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. ഇപ്പം ദുബായ് എന്തെങ്കിലും ഒരു ടെക്നോളജി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി നമ്മുടെ കമ്പനിയിലേക്കും എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം 10,000 ലീഡോളം നമ്മൾ മാസം എടുക്കുന്ന ഒരു കമ്പനി ലീഡ് ജനറേറ്റ് ചെയ്യും. അതിനെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സെയിൽസ് ഏജൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ട്. ചില ആൾക്കാർ ഫോൺ എടുക്കില്ല, ചില ആൾക്കാർ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു കോളിംഗ് സാധനം ഒരു പെർസോണ ഡെവലപ്പ് ചെയ്തിട്ട് അത് ലീഡ് വരുന്ന ആൾക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ AI കോൾ ഏജൻറ്റ് കോൾ ചെയ്ത് കഴിഞ്ഞ് ആ രീതിയിൽ എന്താ പറയുക ഈ പല ടൈം സോണുകളിലായിട്ട് AI എന്നെ ഓട്ടോമാറ്റിക് കോൾ ചെയ്ത് അതിനെ ലീഡ് ടച്ച് ചെയ്ത് നമ്മളെ CRM ത്രൂ നമ്മളെ സെയിൽസ് ഏജൻറ്റിന് അതിന് ഫോർവേഡ് ചെയ്യും. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൾ കോൺഫറൻസ് വരെ ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു പുതിയ AI ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ UAE അതിനെക്കാട്ടും വലിയ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക. 3 തരത്തിലാണ് എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ബ്രാഞ്ചും പിന്നെ സ്റ്റാർട്ടപ്പ് വോക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതായത് യങ് ഓൺടർപ്രണേഴ്സിനെ ക്യാച്ച് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഐഡിയകൾ കൊടുക്കാനും ഫീസിബിലിറ്റി സ്റ്റഡീസ് മാർക്കറ്റിംഗ് സ്റ്റഡീസ് അല്ലെങ്കിൽ നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരെ കൊടുക്കാവുന്ന രീതിയിലാണ് ഈ സ്റ്റാർട്ടപ്പ് വർക്ക്സിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രീ സോൺ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് ഫ്രീ സോൺ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ഞാൻ പല ഇപ്പോൾ ആസിഫ് അലിയുടെ വാർത്താ സമ്മേളനത്തിലും അതിന് മുമ്പൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ഫ്രീ സോൺ മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തിനെ വിശേഷിപ്പിക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഒരു അത് എവിടെ നിന്ന് വന്നു? പിന്നെ ഇത്രയും ഫ്രീ സോണുകളുമായിട്ട് വളരെ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയേറെ കമ്പനികൾക്ക് ഇത് കൊടുത്തത് കൊണ്ട് കിട്ടിയ ഒരു അക്രഡിറ്റേഷൻ ആണോ? അതെ, അതായത് 35,000 കമ്പനികളാണ് നമ്മൾ ഈ ലാസ്റ്റ് 9 വർഷം കൊണ്ട് ചെയ്തത്. ഇവിടെ UAE ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാർക്കും അറിയാം 20,000 ദിറംസ് ആയിരുന്നു ഒരു കമ്പനി തുടങ്ങാൻ ഉണ്ടായിരുന്ന കോസ്റ്റ്. ഇത് 4,999 ദിറംസിലേക്ക് നമ്മൾ എത്തിച്ചത് നമ്മൾ എമിറേറ്റ്സ് ഫസ്റ്റിൻ്റെ ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. അതായത് മെയിൻ ലാൻഡ് 20,000 ദിറംസും ഫ്രീ സോൺ അന്ന് ഒരു 18,000-17,000 ദിറംസ് ആയിരുന്നു. പക്ഷെ നമ്മളെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ ഒരു ലൈസൻസ് തുടങ്ങാൻ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിൻ്റെ 25% ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എങ്ങനെ പുതിയൊരു ഓൺടർപ്രണേഴ്സിന് ഇത് കുറച്ച് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കഠിനമായിട്ട് ഫ്രീ സോണുമായിട്ട് സംസാരിക്കുകയും ഫ്രീക്വൻ്റ് ആയിട്ട് ഇമെയിൽസ് അയക്കുകയും നമ്മളെ കോൺസെപ്റ്റ് പ്രകാരം ഒരു ലൈസൻസ് ഇത്ര രൂപയ്ക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഫ്രീ സോണിനെ അറിയിക്കുകയും അവരുടെ അതോറിറ്റിനുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് 5,999 ഒരു ലൈസൻസ് തുടരാൻ തുടങ്ങി. അത് പിന്നെയും കുറച്ചിട്ട് 4,999 എത്തിച്ചത് എമിറേറ്റ്സ് ഫസ്റ്റിൻ്റെയും ജമാഅത്ത് ഉസ്മാൻ്റെയും ഒരു ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. സോ അങ്ങനെ ഒരു ഫ്രീ സോൺ അതോറിറ്റി റെക്കഗ്നീഷനായിട്ട് ഫ്രീ സോൺ മാൻ എന്നുള്ള ഒരു ടാഗ് ലൈനാണ് ഇപ്പോൾ തന്നത്. ഇപ്പോൾ UAE ഒരു ഫ്രീ സോൺ മാനായിട്ട് വന്നത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം കൂടിയാണ്. അതെ കാരണം ഇത്രയും സംരംഭങ്ങളെ ചേർത്ത് പിടിക്കാനും ഈ രാജ്യവും ഇന്ത്യയുമായിട്ട് ഇത്രയേറെ ആത്മബന്ധം രൂപപ്പെടുത്താനും സാധിക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല എന്ന്. അത് വളരെയധികം സന്തോഷമുണ്ട് ഫ്രീ സോൺ മാൻ എന്നുള്ള ടാഗ് കിട്ടിയത്. എന്താ പറയുക UAE പല ഫ്രീ സോൺസുകളും ഇപ്പോൾ ഒരു ഫ്രീ സോണാണ് അത് ടാഗ് ലൈൻ തന്നത്. ഇപ്പോൾ UAE പല ഫ്രീ സോൺസുകളും അത് ഏറ്റെടുത്ത് എൻ്റെ പേരിൻ്റെ കൂടെ തന്നെ ബ്രാക്കറ്റിൽ അവർ ഫ്രീ സോൺ മാനിട്ട് വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ ഏകദേശം മന്ത്ലി 500 to 600 ലൈസൻസാണ് ഇപ്പോൾ മന്ത്ലി ചെയ്യുന്നത്. അതായത് 600 ലൈസൻസ് നമ്മൾ മന്ത്ലി നമ്മൾ ഉണ്ടാക്കും. ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഫ്രീ സോണുകളിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരുന്നത്. UAE മേജർ ഫ്രീ സോൺസുകളിലൊക്കെ നമ്മൾ പ്ലാറ്റിനം മെമ്പേഴ്സാണ്. ആ പ്ലാറ്റിനം മെമ്പേഴ്സ് ആയതോട് കൂടിയിട്ട് തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെ കസ്റ്റമേഴ്സിന് തന്നെ ഡിസ്കൗണ്ട് രീതിയിലും മറ്റു പല രീതിയിലും മറ്റു ആനുകൂല്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് തന്നെ കൊടുക്കും. അതായത് എക്സ്ട്രാ വരുന്ന ബെനിഫിറ്റ്സ് നമുക്ക് സാധാരണ ഒരു കൺസൾട്ടൻറ്റിന് കിട്ടാവുന്ന ഒരു ഡിസ്കൗണ്ടിന് പുറമെ നമുക്കൊരു എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നത് നമ്മൾ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടും പിന്നെ പഴയ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഇവിടെ UAE ഒരു 10 വർഷം മുമ്പൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം
ഒരു ട്രേഡ് ലൈസൻസ് അന്ന് തുടങ്ങാൻ ഒരു 20,000 ആയിരുന്നു കോസ്റ്റ്. 20 മുതൽ 25,000 ദിറംസ് ആയിരുന്നു അന്നത്തെ ഒരു ട്രേഡ് ലൈസൻസിൻ്റെ ഒരു മെയിൻലാൻഡ് ലൈസൻസ്. അന്ന് ഫ്രീ സോൺസുകൾ വളരെ കുറവാണ്, ഫ്രീ സോൺസുകൾ ലൈസൻസ് എടുക്കുന്നതും കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഫ്രീ സോൺസിലും അന്ന് 18-20 രൂപയാണ് ഒരു ലൈസൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഫ്രീ സോണുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ച് ഇമെയിൽ അയച്ച് അവരുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിന് പോയി കണ്ട് നമ്മൾക്ക് എന്താ വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപം അവർക്ക് കൊടുത്തു, അതിൻ്റെ പ്രസൻറ്റേഷൻ കൊടുത്തു. ഇപ്പോൾ കാണുന്ന ഒരു 4,999 രൂപയ്ക്ക് ഒരു ലൈസൻസ് കൊടുക്കാവുന്ന ഓപ്ഷനിലേക്ക് അതായത് എമിറേറ്റ്സ് ഫസ്റ്റിൻ്റെ വളരെയധികം കണ്ടിന്യൂസ് എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ 4,999 അല്ല 4,999 ദിറംസിന് നിങ്ങൾക്കിപ്പോൾ ലൈസൻസ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ 3,000 ദിറംസും കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസയും കൂടെ കിട്ടും. വിസ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ബാങ്ക് അക്കൗണ്ട് സർവീസസും വാറ്റും സർവീസസും എല്ലാം നിങ്ങൾക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം 7,999 ദിറംസിന് നിങ്ങൾക്കിപ്പോൾ ലൈസൻസ് പ്ലസ് വിസ കിട്ടാനുള്ള ഒരു പുതിയ ഓപ്ഷനായിട്ടാണ് ഇപ്പം എമിറേറ്റ്സ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഇപ്പം നാട്ടിൽ 2 ലക്ഷം രൂപ, അതെ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയും ലൈസൻസും കിട്ടും. ഇതിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എത്ര ഫ്രീ സോണുകളാണ് ഇപ്പോൾ യു എയിലുള്ളത്? അതിൻ്റെ ഒരു പ്രവർത്തന സ്വഭാവം ഇപ്പം മെയിൻലാൻഡിൽ നിന്ന് അത് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന്, അതായത് പണ്ട് ഫ്രീ സോൺസും മെയിൻലാൻഡും തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. അന്ന് പണ്ട് 51% എടുത്തൊരു ലോക്കലിന് വേണമായിരുന്നു 2022 വരെ. അന്ന് ഫ്രീ സോൺസിൽ 100% കിട്ടുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ സോൺസിലും മെയിൻലാൻഡിലും 100% ഓണർഷിപ്പ് കിട്ടും. അതെ, അപ്പോൾ അതുകൊണ്ട് മെയിൻലാൻഡ് എടുക്കും. പക്ഷേ അതിന് വേറെ കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഫ്രീ സോണിൻ്റെ എവിടെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫ്രീ സോൺസ് ഇപ്പോൾ മെയിൻലാൻഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റി ആണെങ്കിൽ ആ ഒരു ഇലക്ട്രോണിക്സ് ട്രേഡിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക്കൽ ട്രേഡിംഗ്, ഒരു ടെക്നിക്കൽ സർവീസസ് ആണെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി മാത്രമേ നിങ്ങൾക്ക് ലൈസൻസിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഫ്രീ സോൺസുകളിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റിയുടെ കൂടെ നിങ്ങൾക്ക് ഇവൻറ്റ് ലൈസൻസുകൾ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ലൈസൻസുകൾ ഇടാൻ പറ്റും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ സർവീസസ് ഇടാൻ പറ്റും, ഒരു ബാങ്കിങ് ഒരു മൾട്ടി ആക്ടിവിറ്റീസുകൾ നിങ്ങൾക്ക് ഒരു ലൈസൻസിൽ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നെയിംസ്, അതായത് ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നൊരു കമ്പനിയാണ്, ഒരു 10 വർഷമായിട്ട് 20 വർഷമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യു എയിൽ വന്നിട്ട് ആ പേര് തന്നെ കിട്ടണമെങ്കിൽ മെയിൻലാൻഡിൽ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. ഇത് ഓൾറെഡി ആരെങ്കിലും ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടാവും അത് മാച്ച് ചെയ്യാൻ. പക്ഷേ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് ഫ്രീ സോൺസുകളിൽ നെയിം അപ്രൂവൽസ് കിട്ടാൻ. ഇപ്പം ആവിഷ്കരിച്ചിരിക്കുന്ന ഈ സ്റ്റാർട്ടപ്പ് സംവിധാനം അതെന്താണ് അതിലൂടെ ലക്ഷ്യം? സ്റ്റാർട്ടപ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഒരു പുതിയ കോൺസെപ്റ്റാണ്. സ്റ്റാർട്ടപ്പ് വർക്ക്സ് എന്നുള്ളത് ഒന്നാമത് നമുക്കൊരു യങ് ജനറേഷനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് സ്റ്റാർട്ടപ്പ്. അതായത് മാർക്കറ്റിംഗ് സ്റ്റഡീസും ഫീസിബിലിറ്റി സ്റ്റഡീസും ഇതിന് 3 വർഷത്തേക്ക് നിങ്ങൾക്ക് ക്യാപിറ്റൽ എത്ര വേണം, ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു കൺസൾട്ടിങ് പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സ്റ്റാർട്ടപ്പ്. സാധാരണ രീതിയിൽ ഒരു ബിസിനസ് സെറ്റപ്പ് കമ്പനിയും ഈ ഒരു രീതിയിൽ ഇവിടെ യു എയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അത് ലാഭകരമാണ്. അല്ലെങ്കിൽ ഇതിന് ഓരോന്നിനും നമ്മൾ ഇപ്പോൾ കൺസൾട്ടൻസിക്ക് വേറെ ടീമിനെ വെക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അധിക ബാധ്യത വരിക. അത് ഈ കൺസൾട്ടൻസിക്ക് നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നും ചെയ്യുന്നില്ല, അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ സ്റ്റാർട്ടപ്പ് ത്രൂ കമ്പനി തുടങ്ങാൻ വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ എല്ലാ സ്റ്റഡീസും നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ ഒക്കെയും ഭാഗമായിട്ട് ഇപ്പോൾ ആസിഫ് അലി എപ്പോഴുള്ളൊരു നടൻ, എനിക്ക് തോന്നുന്നൊരു ഇതേപോലുള്ള ഒരു സംരംഭത്തിലേക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു അംബാസഡർ പദവിയിലേക്ക് ഇതേപോലെ മലയാളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നടൻ വരുന്നത്. എന്തുകൊണ്ട് ആസിഫ് അലി? അതായത് നാസർക്ക് പറഞ്ഞ പോലെ ഒരു ടൈപ്പിംഗ് സെൻറ്റർ മേഖല അല്ലെങ്കിൽ ഒരു ബിസിനസ് സെറ്റപ്പ് മേഖലയിൽ ഒരു ബ്രാൻഡ് അംബാസഡർ വരുന്നത് ആദ്യമായിട്ടാണ്. ഇത് നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1-2 വർഷമായി. പക്ഷേ ഇതിൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ആസിഫ് ട്രാവലിങ്ങിലായിരുന്നു, ഒരുപാട് എന്താ പറയുക ഷൂട്ടിൽ തിരക്കിലായിരുന്നു. ടിക്കറ്റാക്കിൻ്റെ കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ വരുന്ന സമയത്ത് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്താളാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു സമയം നമ്മൾ ചൂസ് ചെയ്തത്. ആസിഫ് അലി എന്താണെന്ന് വെച്ചാൽ ആസിഫ് അലിക്ക് ഒരുപാട് യങ് ടീമാണുള്ളത്. ആസിഫിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യങ് ഓണ്ടർപ്രണേഴ്സ് മാത്രമല്ല യങ് ആൾക്കാരാണ്. നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ സ്റ്റാർട്ടപ്പ് വർക്ക്സിൻ്റെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു യങ് ഓണ്ടർപ്രണേഴ്സിനാണ്. അപ്പോൾ ആസിഫ് അലീൻ്റെ ഒരു ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ആസിഫ് അലീൻ്റെ ഫാൻസിൽ വരുന്നത് ഒരുപാട് യങ് ജനറേഷൻസ് ആണ്. അപ്പം അതിലെ ടാർഗറ്റ് ചെയ്യാൻ പിന്നെ ആസിഫ് അലിയും നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ആസിഫ് അലി സാധാരണ ഏതൊരു ആക്ടേഴ്സിനും വരില്ല, വളരെ സിമ്പിളായിട്ട് എന്താ പറയുക നമുക്ക് ജിഗറുള്ളൊരു മനുഷ്യനാണ്. ആസിഫ് അലീൻ്റെ
തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ഗ്രൗണ്ട് ഇട്ട് ആള് പ്രത്യേകിച്ചിട്ട് എന്താ പറയുക ഒരു ബെനിഫിറ്റ് മുന്നിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ അതുണ്ടാവും എന്തായാലും തീർച്ചയായിട്ടും ഒരു ബിസിനസ് ആസിഫ് ഒരു മെൻ്റലി ബിസിനസ്മാൻ ആണ്. അപ്പോൾ അതില്ലാത്ത ആൾക്കാരെ പക്ഷേ ബാക്കിയുള്ള ഏത് നടന്മാരെക്കാട്ടും എൻ്റെ കണക്ഷനിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ആസിഫ് അലിക്ക് തന്നെയാണ്. ആസിഫ് അലി പിന്നെ നമ്മളെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്കും ഫോക്കസും എന്താ പറയുക ഒരു ട്രസ്റ്റിൻ്റെയും ഭാഗമായിട്ട് എമിറേറ്റ്സ് ഫസ്റ്റും സ്റ്റാർട്ടപ്പ് വർക്ക്സ് ഒക്കെ നടക്കുന്നത്. എനിക്ക് ആസിഫ് അലിയിൽ ആ ഒരു സംഭവം, ആസിഫ് അലി വളർന്നു വന്നത് ആ ഒരു ഹാർഡ് വർക്കിലും ഭയങ്കര ഫോക്കസ്ഡാണ് ആസിഫ് അലി. പിന്നെ ഒരു ട്രസ്റ്റും ഉണ്ട് ആസിഫിന്. ആ ഒരു സാധനം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് ഞാൻ ആസിഫ് അലീനെ തന്നെ മതി ബ്രാൻഡ് അംബാസഡറായിട്ട് സ്റ്റാർട്ടപ്പ് വർക്സിന് എന്നുള്ളത് പ്ലാൻ ചെയ്തത്. ചിലപ്പോൾ ഈ പിന്നെ വലിയ പ്രതീക്ഷകൾ ആൾക്കാർ എൻ്റർപ്രണർഷിപ്പൊക്കെ ഉള്ളിൽ സ്വപ്നം കണ്ടു കിടന്ന ഒരുപാട് മനുഷ്യർക്ക് ഇത് എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റും. പക്ഷെ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ ഈ മനുഷ്യർ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് ഉണ്ടാവില്ലേ? അതിനെ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. നമ്മുടെ UAE സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം തന്നെ 100 പേര് ഈ വർഷം കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ 38 പേരെ അത് അടുത്ത വർഷത്തേക്ക് റിന്യൂ ചെയ്യുന്നുള്ളൂ. 62 പേര് റിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 32 പേരാണ് ഒരു വർഷം സക്സസ്ഫുള്ളായിട്ട് നടത്തുന്നത്. 22% ആൾക്കാർ മാത്രമേ രണ്ടാമത്തെ വർഷം റിന്യൂ ചെയ്യുന്നുള്ളൂ. സോ അതിലൂടെ തന്നെ ഉണ്ട് ബിസിനസ് ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. പക്ഷേ ആൾക്കാരെല്ലാവരും ഒരു കംഫർട്ട് സോണിന് ചാടാൻ വേണ്ടിയിട്ടും പല രീതിയിലും ആൾക്കാർക്ക് പല എന്താ പറയുക പൈസ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ഉണ്ടാവും, സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ്. പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാണ്ട്, വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഓഫ് ബിസിനസ് നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ അത്രയും എക്സ്പേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ബിസിനസ് ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഈ ഫെയിലിയർ ആകുന്നതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഒന്നിപ്പോൾ ഈ പറഞ്ഞ ഇത് മറ്റ് ഘടകങ്ങൾ എന്തായിരിക്കും? ഒരു വർഷം കഴിയുമ്പം എന്താ പറയുക പെട്ടെന്ന് പൂട്ടിപ്പോകുന്ന അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് സ്ട്രഗ്ലിംഗ് സ്റ്റേജിലേക്ക് പോയി പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥ. ഇതിൻ്റെ ഒരു പ്രശ്നം വർക്കിംഗ് ക്യാപിറ്റലാണ്. നിങ്ങളുടെ ഒരു 6 മാസത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു വർഷത്തേക്കെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാണ്ട് നിങ്ങളൊരു ബിസിനസ്സും തുടങ്ങാൻ പാടില്ല. വർക്കിംഗ് ക്യാപിറ്റലാണ് ബിസിനസ്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ അടുത്ത് എന്താ ചെയ്യേണ്ടത് 4-5 കോൾ അവിടെ വരുന്ന സമയത്ത് നമ്മളാകെ വറീഡായി പോകും. നമുക്ക് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ക്ലയൻറ്റിൻ്റെ ഓർഡറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും. അപ്പം നിങ്ങളൊരു വർക്കിംഗ് ക്യാപിറ്റൽ കറക്റ്റ് അല്ലാണ്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത് എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ ടീമിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. ഒരു ബിസിനസ് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു സംഭവമല്ല, ഒറ്റയ്ക്ക് പെർഫോം ചെയ്യേണ്ട ഒരു സംഭവമല്ല ബിസിനസ്. നിങ്ങൾക്ക് അതിന് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവണം, ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നല്ല ടീമുകൾ ഉണ്ടാവണം, ആ ടീമുകൾ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ഓൺട്രപ്രണർക്ക് ഒരു ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു വിഷൻ ഉണ്ടാവണം. ആ വിഷൻ പ്രകാരം നമ്മൾ അതിന് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ അല്ലെങ്കിൽ ഒരു 24 hours ഇതിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നാൽ മാത്രമേ ഇത് ഒരു സമയം എത്തുമ്പം അതിൻ്റെ അകത്തുനിന്ന് നല്ല ഫ്രൂട്ട്സ് കിട്ടുകയുള്ളൂ. അതല്ലാണ്ട് ഇന്ന് തുടങ്ങി നാളെ സക്സസ്ഫുൾ ആവുന്ന ബിസിനസ് ഒന്നും ലാസ്റ്റ് ചെയ്യില്ല. ഉറപ്പായിട്ടും നല്ല വിഷൻ ഉണ്ടാണ്. ആ വിഷന് വേണ്ടിയിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ബിസിനസ് സക്സസ്ഫുൾ എത്തുള്ളൂ. ഇപ്പോൾ ജമാഅത്ത് തന്നെ പറഞ്ഞപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ അത് ഓരോ കാറ്റഗറി അനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വഭാവം മാറൂലേ? സ്വഭാവം മാറും. അതായത് നമുക്ക് 3 കാറ്റഗറി ഉണ്ട്. നമ്മൾക്ക് സാധാരണ രീതിയിൽ ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെഗ്മെൻ്റ് ഉണ്ട്. ഒരു എന്താ പറയുക 1 million വരെ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സെഗ്മെൻ്റ് ഉണ്ട്. അതിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജറായിട്ട് നമ്മളതിന് വർക്ക് ചെയ്യും. നമ്മൾ പുറത്തുനിന്ന് ഒരു ഇൻവെസ്റ്റർ അടുത്തുനിന്ന് വേറൊരു തേർഡ് പാർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഇൻവെസ്റ്റർ മാനേജറായിട്ട് ആക്ട് ചെയ്യും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതാണെന്നുണ്ടെങ്കിൽ 2.5 million വരെ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസാണുള്ളത്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജിയും ഒരു AI ഡ്രിവൺ കമ്പനിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ റോബോട്ടിക്സ് ആണെങ്കിൽ 5 million വരെ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കടക്കണിയിൽ പെട്ടുപോകുന്ന കുറേ ബിസിനസ്സുകാർ മലയാളികൾ ജയിലിലടക്കപ്പെടുന്നത് ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ബേസിക്കൽ കാരണം ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ പരിമിതി തന്നെയാണോ? ഇവിടെ ദുബായിലുള്ള ആൾക്കാർക്ക് വേറൊരു പ്രവണത ഉണ്ട്. അതായത് പൈസ ബിസിനസ് വരുമ്പോഴേക്ക് ഈ പൈസ എല്ലാം എൻ്റെതാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഇതിനെ ഈ ഫണ്ടിനെ ഒരിക്കലും ഡൈവേഴ്സിഫൈ ചെയ്യാൻ പാടില്ല. ഫണ്ട് നിങ്ങൾ കമ്പനിയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം.
ഫണ്ടായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് സ്റ്റാഫിൻ്റെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സർവീസസിൽ റീഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു കമ്പനി വളർന്നുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഇന്ന് വളർച്ചയിലെത്തി നാളെ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. നാളത്തത് നമ്മൾ ഇന്ന് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതൊരിക്കലും ആൾക്കാർ അപ്പോഴേക്ക് നമ്മളെ ഇവിടുത്തെ യു എയിലുള്ള പല ഓൺടർപ്രണേഴ്സും ഫണ്ടെടുത്ത് നാട്ടിൽ പ്രോപ്പർട്ടി മേടിക്കുക. അപ്പം നമ്മളൊക്കെ തന്നെ ആലോചിക്കും ഇതെങ്ങനെയാണ് സാധിക്കുന്നത്. കുറച്ച് കഴിയുമ്പം നമുക്ക് കാണാൻ പറ്റും ഇവരുടെ വേറൊരു അവസ്ഥ. സോ അതിലേക്കൊന്നും പോവാണ്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഫണ്ട്, നമുക്കിതിൽ നിന്ന് വരുന്ന ഫണ്ട് ഈ ബിസിനസ്സിൻ്റെ ഫണ്ടാണത്. അത് നമ്മുടെ ഫണ്ടല്ല. ആ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം. ആ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പീസ്ഫുള്ളായിട്ട് പല ഇന്നോവേഷൻസ് കൊണ്ടുവരാനും പല മേഖലകളിലേക്ക് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും പല എക്സ്റ്റൻഷനിലേക്ക് ഈ ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകാനും ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 25 ഇയേഴ്സിലേക്ക് ഒരു 20 കൊല്ലം ഒരു 100 കൊല്ലത്തെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാനൊക്കെ ഈ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സോ ഫണ്ട് ഒരിക്കലും ഡൈവേഴ്സിഫൈ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ജമാദ് ഭായി ഇപ്പോൾ കോഴിക്കോട് പിന്നെ കുറേ കാലം ജീവിച്ചൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ ഭൂമികയും നന്നായിട്ട് അറിയാം. അപ്പോൾ ഇപ്പോൾ നാട്ടിലിപ്പം ഈ മിക്ക പ്രവാസികളുടെയും കയ്യിൽ ഒരു 25 ലക്ഷമോ 30 ലക്ഷമോ 50 ലക്ഷമോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു തുകയൊക്കെ ഉണ്ടാവും. അവരിപ്പോഴും അത് ബാങ്കിൽ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇതിലൂടെ ഈ മനുഷ്യർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. കാരണം പലിശ ഈ വലിയൊരു വിഭാഗം ആൾക്കാർ പലിശയോട് താല്പര്യമില്ല. അപ്പോൾ ബാങ്കിൽ അവിടെ എമൗണ്ട് കിടക്കുകയാണ്. ഈ മനുഷ്യരോട് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? അവർ ആ റിസ്ക് എടുത്തുകൊണ്ട് ആ തുക ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും സംരംഭത്തിൽ ഇറക്കുന്നത് അവർക്ക് ഗുണം ചെയ്യുമോ, അതല്ല അത് അവിടെ തന്നെ നിൽക്കുകയാണ് കുറേ കൂടി സേഫ്? എന്താണ് ഫ്രാങ്കായിട്ട് അവരോട് പറഞ്ഞോളൂ. ട്രസ്റ്റായിട്ടുള്ള ആരെങ്കിലും കൂടെ അതായത് നന്നായിട്ട് ചെയ്യുന്നപ്പോൾ പല ആൾക്കാരും ഇവിടെ എൻ്റെ പരിചയത്തിൽ തന്നെയുള്ള പല ജ്വല്ലറികൾ മലബാർ ഗോൾഡിൽ നിന്ന് വിട്ടുപോയിട്ട് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മേടിക്കുന്നതുണ്ട്. അവർ ഇവിടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ആ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു കമ്പനി തുടങ്ങി കൊടുത്ത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ തന്നെ റിട്ടേൺസ് കൊടുക്കും. ഇവിടെ തന്നെ കൊടുക്കുന്ന സമയത്ത് നാട്ടിൽ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു കഥ ഉണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. പല ആൾക്കാരും മാർക്കറ്റിൽ ഇത്ര തന്നാൽ ഇത്ര കൊടുക്കാന്നൊക്കെ പറയുന്നത് പലതും റിയലിസ്റ്റിക് അല്ലാത്ത ഫിഗേഴ്സ് നമ്മൾ കാണുന്നത് നമുക്ക് മനസ്സിലാവും. കൊടുക്കാവുന്ന ഒരു ഡിവിഡൻഡ് അല്ല, പറയുന്നത് വലുതും പിന്നെ കിട്ടാത്തതും ഉണ്ട്, കിട്ടുന്നത് വളരെ ചെറുതും അങ്ങനെ ആയിട്ടുള്ള. സോ പൈസ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് അതിനെ എന്താ പറയുക ബിസിനസ് ചെയ്യാൻ നോക്കുക. ബാങ്കിൽ ഒരു പൈസ ഇട്ടിട്ട് അത് ഒരു പഴയ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പ്രവണതയൊക്കെ ആൾക്കാരിൽ മാറി വരുന്നതാണ്. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പൈസ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മണി കൊണ്ട് മാത്രമേ മണി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ളൊരു പിന്നെ അവസ്ഥയിൽ ഏത് മേഖല ആയിരിക്കും കൂടുതൽ ബിസിനസ്സിന് സാധ്യതയായിട്ട്? ഇപ്പോൾ യു എയിലൊക്കെ ഒരുപാട് മലയാളികൾ വരുന്നുണ്ട്. ഇപ്പം ഇ കൊമേഴ്സ് വളരെയധികം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പണ്ട് നിങ്ങൾ സ്റ്റോറിൽ പോയി ഒരു ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെക്കാട്ട് ആൾക്കാർ കൂടുതൽ ഇ കൊമേഴ്സാണ്, കൂടുതലായിട്ട് ഓൺലൈൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ അതിന് ഇ കൊമേഴ്സ് ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ലാസ്റ്റത്തെ ഒരു 2 മാസം നോക്കുകയാണെങ്കിൽ ഇ കൊമേഴ്സ് ലൈസൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരിക. അപ്പം ഇ കൊമേഴ്സ് വരുന്നതോടെ കൂടി തന്നെ ഈ ഡെലിവറി സർവീസസും ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് ബൂം ചെയ്യുന്നുണ്ട്. ഡെലിവറി സർവീസസ് ബൂമായി വരുന്നതുകൊണ്ട് വെയർ ഹൗസിന് ഭയങ്കരമായിട്ട് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഈ ഒരു സാധനം കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ മലയാളികൾ പണ്ട് എന്താ പറയുക ഇവിടെ കോഫി ഷോപ്പുകളും ടെക്സ്റ്റൈൽസും സൂപ്പർ മാർക്കറ്റും തുടങ്ങുന്നത് ഇ കൊമേഴ്സിലേക്കൊക്കെ ആൾക്കാർ മാറി ആമസോണിൻ്റെ ചാനൽ പാർട്ട്ണറായിട്ട് മാറി ഒരുപാട് സംഭവങ്ങളുണ്ട്. അതേമാതിരി കൺസൾട്ടൻസി സർവീസസ് കൂടുതലായിട്ട് യു എയിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. കൺസൾട്ടൻസി ലൈസൻസസ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ബിൽഡിംഗ് കോൺട്രാക്റ്റിംഗ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസൾട്ടൻസി, ഈ ഡ്രാഫ്റ്റ്മാൻ സർവീസസ്, ഗ്രീൻ ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക കൺസൾട്ടൻസി സർവീസസും മറ്റ് ഈ കോൺട്രാക്റ്റിംഗ് സർവീസ്, ബിൽഡിംഗ് മെറ്റീരിയൽ സർവീസസും യു എയിൽ അന്നും ഇന്നും ഒരുപോലെ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബിൽഡിംഗ് മെറ്റീരിയൽ സർവീസസ്. ഇൻഡിവിജ്വലിൻ്റെ ഇപ്പം കാര്യങ്ങൾ നടത്താനും എളുപ്പമായിരിക്കും. പക്ഷേ ഒരു 3-4 സുഹൃത്തുക്കൾ ചേർന്ന് സഹപ്രവർത്തകർ ചേർന്ന് ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ 4 കൂടി അവരെങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യും? ഒരു സ്ഥാപനത്തിൽ തന്നെ അത് നടക്കുമോ? ഒരേ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് 49 പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ LLC കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് 49 പാർട്ട്നേഴ്സിന് വരെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ചിലപ്പോൾ 4 പാർട്ട്ണർ ഉണ്ടാവും, 3 പാർട്ട്ണർ ഉണ്ടാവും. പക്ഷേ 2 പാർട്ട്നേഴ്സിന് മാത്രമേ നിങ്ങൾക്ക് പാർട്ട്ണർ വിസ കിട്ടുള്ളൂ.
ബാക്കിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾ ഫ്രീ സോണിലേക്ക് പോകണം. ഫ്രീ സോണിൽ നിങ്ങൾക്ക് 6 പേർക്ക് വരെ ഫ്രീ സോൺ പാർട്ട്ണർ വിസ കിട്ടും. പക്ഷേ മെയിൻലാൻഡിൽ നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. സോ പാർട്ട്ണർ വിസ കിട്ടണമെങ്കിൽ 2 പേർക്ക് കിട്ടുള്ളൂ. പക്ഷേ 49 പാർട്ട്നേഴ്സിനെ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കമഡേറ്റ് ചെയ്യാൻ പറ്റും ലൈസൻസിൽ. ഡീഡ് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര പാർട്ട്നേഴ്സാണോ ആ 6 പാർട്ട്നേഴ്സിനും എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻ നിങ്ങൾ ഇന്നേ പ്ലാൻ ചെയ്ത് വെക്കണം. അതിനൊരു മടിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഷൈയോ ഉണ്ടാവാൻ പാടില്ല. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് തെറ്റാണ്ട് നിങ്ങളെ എങ്ങനെ ബിസിനസ്സിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് പോകാമെന്നുള്ളതിൻ്റെ ധാരണ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് അത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പണം, പദവി, സംവിധാനങ്ങളൊക്കെ നോക്കിയാൽ ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു കോഴിക്കോട്ടെ ഒരു സാധാരണ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇതൊക്കെ നേടിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്. ഞാൻ ഒരു ആവറേജിൻ്റെ താഴെയുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നയാളാണ്. ഞാൻ പറഞ്ഞല്ലോ 2000 രൂപയിലാണ് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞാൻ വീട് വിട്ട് ഇറങ്ങിയിട്ട് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തീ പുകയൂല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇറങ്ങിയ ഒരാളാണ്. ആ ഒരു മേഖലയിൽ നിന്ന്, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ എത്തിയത് അൽഹംദുലില്ലാ പടച്ചോൻ്റെ ഏറ്റവും വലിയ കൃപയാണ്. അതിൻ്റെ ബാക്കിൽ ഞാൻ ഇതാക്കുന്ന എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഏതൊരു വർക്ക് ചെയ്യുന്ന ആൾക്ക് ഏത് മേഖല എന്നില്ല, ആ മേഖലയിൽ നിങ്ങൾ സക്സസ്ഫുൾ എത്തും. ഇപ്പോൾ വിജയത്തെക്കുറിച്ച് മാത്രമല്ല, ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ലൈഫാണ് മനുഷ്യൻ്റെ. ആ തിരിച്ചടികളുടെ ഘട്ടത്തിലൊക്കെ ആ സ്വകാര്യ നിമിഷങ്ങളിൽ ജമാഅത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു വികാരം എന്തായിരുന്നു? ഒരുപാട് സമയത്ത് പതറിപ്പോയിട്ടുണ്ട്. നമുക്ക് UAE തുടങ്ങിയ സമയത്ത് ഒരുപാട് ചലഞ്ചിങ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തുടങ്ങിക്കഴിഞ്ഞ് എൻ്റെ കമ്പനിയുടെ പേര് എമിറേറ്റ്സ് ഫസ്റ്റ് എന്നാണ്. ഈ എമിറേറ്റ്സ് ഫസ്റ്റ് നമ്മൾ പേരിന് ഭയങ്കര ഊക്കം കൊള്ളുന്ന ഒരു സമയമായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് രാവിലെ ഒരു കത്ത് വരുന്നത്. എന്തെന്ന് വെച്ചാൽ, ഫ്ലൈ എമിറേറ്റ്സ് നിങ്ങളുടെ കമ്പനിയുടെ ഈ ബ്രാൻഡ് നെയിമിന് ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് പറയണം. അതൊരു വലിയ ചലഞ്ചായിരുന്നു നമുക്ക്. നമ്മളാകെ, ഞാൻ സത്യത്തിൽ പതറിപ്പോയി. നമ്മൾ പേര് മാറ്റേണ്ടി വരുമോ എന്നുള്ള ഒരു സമയം നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന, അറിയാലോ, ഒരു കോടതിയിൽ നിന്നൊക്കെ ഒരു നോട്ടീസ് വരുന്ന സമയത്ത് നമ്മൾ ഇല്ലാണ്ടായി പോകും ചിലപ്പം. അപ്പം അങ്ങനെ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് കോൺഫിഡൻറ്റ് കിട്ടി. നമുക്ക് കോടതിയിൽ നിന്ന് 1.5 വർഷം ഫൈറ്റ് ചെയ്തു. കുറേ പൈസയും സ്പെൻഡ് ചെയ്തു, കുറേ ടൈം സ്പെൻഡ് ചെയ്തു, കുറേ എഫേർട്ട് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ബ്രാൻഡ് നെയിം തിരിച്ച് കിട്ടാനുള്ളൊരു ഓപ്ഷൻ കോടതി തന്നെ തന്നു. ഒക്കെ പടച്ചോൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അതായത് ആ ഒരു ക്ലാസ്സിൽ, അതായത് കൺസൾട്ടൻസി സർവീസസിൽ ഫ്ലൈ എമിറേറ്റ്സ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. 44 ക്ലാസ്സുകളുള്ളത്. ആ 44 ക്ലാസ്സുകളിൽ നമ്മളെ ക്ലാസ്സിൽ മാത്രം അവർ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കാരണം കൊണ്ട് മാത്രം എമിറേറ്റ്സ് എന്നുള്ള പേര്, എമിറേറ്റ്സ് ഫസ്റ്റ് എന്നുള്ള പേര് നമുക്ക് കോടതി എഴുതി തന്നു, നിങ്ങൾക്കുള്ളതാണെന്ന്. അവിടെ ഷെയ്ഖിൻ്റെ കമ്പനിയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കലിൻ്റെ കമ്പനിയാണോ വത്തീനിൻ്റെ കമ്പനിയാണോ എന്നൊന്നും, ഇവിടുത്തെ കോടതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു വാസ്തയ്ക്കോ അല്ലെങ്കിൽ മറ്റാർക്കും അടിമപ്പെടാണ്ട് കൊടുക്കുന്ന ഒരു വലിയൊരു ഭാഗമാണെന്നുള്ളത് മനസ്സിലായത് എനിക്ക്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോലെ ഇപ്പോഴും ഞെട്ടിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു ഇതാണ് ഉപ്പയുടെ ഒക്കെ വിയോഗം എന്നുള്ളത്. അതും ഒരു അപകടത്തിൽ വളരെ അവിചാരിതമായിട്ട് ആണെങ്കിൽ പോലും ഉണ്ടല്ലോ. അതെങ്ങനെ താങ്ങി എന്നുള്ളതാണ് സത്യത്തിൽ. ഇപ്പോഴും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ഉപ്പയും ഉമ്മയും ഒരു ദിവസം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയാണ് ചെയ്തത്. ഇന്നത്തേക്ക് 3 വർഷം കഴിഞ്ഞു, 2 മാസമായി. ആ ഒരു വീട്ടുകാരൊന്നും ഇപ്പോഴും എന്താ പറയുക, ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും റീസെൻ്റായിട്ട് നമ്മുടെ വീട്ടിലൊരു ചടങ്ങുണ്ടായിരുന്നു, എൻ്റെ നീസിൻ്റെ ഒരു കല്യാണം ഉറപ്പിക്കുന്ന ചടങ്ങ്. അതിൽ വരെ പൊട്ടി എല്ലാവരും കരയുന്നത്. അവരില്ലാത്തൊരു അഭാവം, അവരൊരു അഭാവം ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 പേരും ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തായിരുന്നു. എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എൻ്റെ ഉപ്പ. ഞാൻ എൻ്റെ ഉപ്പേൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഉമ്മനെക്കാട്ടും അടുപ്പം ഉപ്പൻ്റെ അടുത്തായിരുന്നു. ഉപ്പയാണ് എനിക്ക് പല പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പൈസ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം, നിങ്ങളടുത്ത് തെറ്റി നിൽക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അവർക്ക് വേണ്ടത് പൈസയാണെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞത് എന്നോട് ഉപ്പയാണ്. ചില കുടുംബക്കാരുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിലായിരിക്കും, പക്ഷെ അവരുടെ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ തെറ്റിലാണല്ലോ. പക്ഷെ പൈസ അതിനൊന്നും ഇതല്ല, പൈസ അവർക്ക് വേണ്ടത് പൈസയാണെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞത് ഉപ്പാണ്. അപ്പം ഉപ്പൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. അത് ഒറ്റ ദിവസം കൊണ്ട് കട്ടായിപ്പോയ ഒരു ഷോക്കിലായിപ്പോയി ഞാൻ.
ഒരു അധ്യാപകനും കൂടിയാണ് ശരിക്കും അല്ലേ ആ നിലക്ക് നോക്കും. അതെ. എല്ലാവരും എല്ലാ എല്ലാ രക്ഷിതാക്കളും രക്ഷിതാക്കളും അധ്യാപകരാണ്. ഞാൻ ഉപ്പനായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നതാണ്. ഈ നഗരവും ഇതൊക്കെ നമ്മളെ വെറുതെ ഇരിക്കാൻ നമ്മൾ അനുവദിക്കൂല, എന്തെങ്കിലും അതെ. ചെയ്തുകൊണ്ടിരിക്കാൻ പുതിയ നമ്മളെ പുതിയ ആക്ടിവിറ്റികൾ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിലും കുടുംബത്തിന് കൊടുക്കേണ്ട സമയവും ഇതൊക്കെ നമ്മൾ നീക്കി വെക്കുന്നുണ്ട്. കുടുംബം അതാണല്ലോ ബെസ്റ്റ്. കുടുംബം അതാണ് ആദ്യം. അത് അന്നും ഇന്നും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തും എനിക്ക് കുടുംബമാണ് ഫസ്റ്റ് ഉള്ളത്. ഞാൻ അവർക്ക് വേണ്ട സമയം അവരുടെ കൂടെ ട്രാവൽ ചെയ്യാറുണ്ട്, അവരുടെ കൂടെ സമയം കണ്ടെത്തലുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റാത്ത സമയം. വലിയ സന്തോഷം ജമാഅത്ത് ഭായി ഇത്രയും നേരം സംസാരിച്ചിരിക്കാൻ, ഈ പോസിറ്റീവായിട്ടുള്ള എനർജി എനിക്കിത് ഒരു അഭിമുഖമായിട്ട് പോലും തോന്നിയിട്ടില്ല. സത്യത്തിൽ അതെ, നമുക്ക് അഭിമുഖമായിട്ട് നമുക്ക് കുറേ കാലത്തെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംസാരം മാത്രമായിട്ട് തോന്നി. അപ്പോൾ അതിൽ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ പോസിറ്റിവിറ്റി തന്നെയാണ്. അത് ഈ നഗരത്തിനുണ്ട്, നമ്മളിലേക്കും അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, മനുഷ്യരിലേക്കും അത് പടർത്തുക. അതോടൊപ്പം തന്നെ ഈ സ്വപ്ന പദ്ധതികൾ ഇനിയും മുന്നോട്ട് പോകണം. കാരണം അത് നിങ്ങളുടെ മാത്രമല്ല, ഒരുപാട് മനുഷ്യർക്കും തുണയാകുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് ഉപജീവനമായി മാറുന്ന ഒരു സംരംഭത്തിൻ്റെ ഒരു തലപ്പത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് എമിറേറ്റ്സ് ഫസ്റ്റിനെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഒരുപാട് മനുഷ്യരിലേക്ക് ആ പോസിറ്റിവിറ്റി പകരാൻ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച് നാസർക്ക. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കി തന്നതിൽ മീഡിയ വണ്ണിനോടും പ്രത്യേകിച്ച് നാസർക്കനോടും ഭയങ്കര അധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നമസ്കാരം.